വരാനിരിക്കുന്ന ഹരിയാന തിരഞ്ഞെടുപ്പിൽ തനിച്ചു മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് AAP. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലാ സീറ്റുകളിലും തനിച്ചു മത്സരിക്കുമെന്നാണ് പാർട്ടി നേതാക്കൾ വ്യാഴാഴ്ച ചണ്ഡീഗഡിൽ പ്രഖ്യാപിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യമായിട്ടായിരുന്നു കോൺഗ്രസും AAPയും ഹരിയാനയിൽ മത്സരിച്ചത്. ഹരിയാനയിലെ ജനങ്ങൾ AAP സർക്കാർ സംസ്ഥാനത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും അരവിന്ദ് കെജ്രിവാൾ ഹരിയാനക്കാരനാണെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തനിച്ച് മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ പറഞ്ഞിരുന്നു. ബദ്ലേംഗെ ഹരിയാന കാ ഹൽ അബ് ലിങ്ക് കെജ്രിവാൾ, അതായത് ഞങ്ങൾ ഹരിയാനയുടെ അവസ്ഥ മാറ്റും, കെജ്രിവാളിനെ കൊണ്ടുവരും എന്ന മുദ്രാവാക്യത്തോടെയായിരിക്കും പാർട്ടി നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുകയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ AAP ഒരു ദേശീയ പാർട്ടിയാണെന്നും ഡൽഹിയിലും പഞ്ചാബിലും 2 സംസ്ഥാനങ്ങളിൽ അധികാരത്തിലുണ്ടെന്നും മാൻ കൂട്ടിച്ചേർത്തു. ഗുജറാത്തിലെയും ഗോവയിലെയും MLA-മാരെ കൂടാതെ ലോക്സഭ, രാജ്യസഭ MP-മാരും പാർട്ടിക്കുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലും ഞങ്ങൾക്ക് മികച്ച സാന്നിധ്യമുണ്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നു. കെജ്രിവാൾ ഹരിയാനയിൽ നിന്നുള്ള ആളാണ്. അവരിൽ നിന്ന് ഒരാൾ ഡൽഹിയിൽ പോയി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും രാജ്യത്തിന്റെ മുഴുവൻ രാഷ്ട്രീയം മാറ്റിമറിക്കുകയും ചെയ്തതിൽ ഹരിയാനയിലെ ജനങ്ങൾ അഭിമാനിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഹരിയാനയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതിനാൽ ഇവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് അഭ്യർത്ഥിച്ചതായും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഹരിയാനയിൽ ഉടൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും. ഹരിയാന തിരഞ്ഞെടുപ്പിൽ പാർട്ടി പൂർണ്ണ ശക്തിയോടെ മത്സരിക്കും. ഡൽഹിയിലും പഞ്ചാബിലും ഞങ്ങൾക്ക് സർക്കാരുണ്ട്. ഹരിയാന ഈ 2 സംസ്ഥാനങ്ങളോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ തിരഞ്ഞെടുപ്പിൽ പോരാടണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. സംസ്ഥാനം എല്ലാ പാർട്ടികൾക്കും അവസരം നൽകിയെങ്കിലും അവരാരും ഹരിയാനയോട് കൂറു പുലർത്തിയിരുന്നില്ല. അവരെല്ലാം സംസ്ഥാനത്തെ കൊള്ളയടിച്ചു. ഇപ്പോൾ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് ഇരട്ട എഞ്ചിൻ സർക്കാരാണ് ഉണ്ടായിരുന്നതെന്ന് BJP പറയുന്നുണ്ട്. എന്നിട്ട് എന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന് പാർട്ടിയുടെ രാജ്യസഭാ MP സഞ്ജയ് സിംഗും ചോദിക്കുകയാണ്. ഇരട്ട എഞ്ചിൻ സർക്കാർ സംസ്ഥാനത്തിന് എന്താണ് നൽകിയതെന്ന് അവർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്.